നമസ്കാരം. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് ഔട്ട്കത്തിൽ RBI റിപ്പോ റേറ്റ് 6.5% നിലനിർത്താൻ തീരുമാനിച്ചു. ഇത് തുടർച്ചയായ 6ാമത്തെ മോണിറ്ററി പോളിസി മീറ്റിംഗാണ് ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റമില്ലാതെ തുടരുന്നത്. മാർക്കറ്റ് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു മോണിറ്ററി പോളിസി മീറ്റിംഗ് ഔട്ട്കമാണ് പുറത്തു വന്നതെങ്കിലും മോണിറ്ററി പോളിസി മീറ്റിംഗിന് ശേഷം ബാങ്കിംഗ്, ഫിനാൻസ്, ഓട്ടോ സെക്ടറിലെ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചു. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉടനടിയൊന്നും നടപ്പിലാക്കില്ല എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു മാർക്കറ്റിനുള്ളത്. അതിനനുസരിച്ച് ഒരു മോണിറ്ററി പോളിസി മീറ്റിംഗ് ഔട്ട്കമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തത്. ഏറ്റവും അധികം സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചത് ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകളാണ്. PSU സ്റ്റോക്കുകളിലും കൂടാതെ പ്രൈവറ്റ് ബാങ്കുകളിലും സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കഴിഞ്ഞ ദിവസം 8% ഇടിയുകയും യൂക്കോ ബാങ്ക് 7% ഇടിയുകയും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവ 4 മുതൽ 6% ഇടിയുകയും ചെയ്തു. ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, HDFC ബാങ്ക് തുടങ്ങിയവ 1 മുതൽ 3% ഇടിഞ്ഞു. ഓട്ടോമൊബൈൽ സെക്ടറിൽ മാരുതി സുസുക്കി, ഏഷ്യർ മോട്ടോർ, M&M, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ 2% ഇടിഞ്ഞു. റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ ബ്രിഗേഡ് എന്റർപ്രൈസസ്, ശോഭ, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ലോധ, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ 1 മുതൽ 4% ഇടിഞ്ഞു. RBI മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൻ്റെ മറ്റ് ചില പ്രധാന പോയിന്റുകൾ പരിശോധിച്ചാൽ CPI ഇൻഫ്ലേഷൻ 2 മുതൽ 4% എന്ന ടാർഗറ്റിനിടയിൽ കൊണ്ടുവരാൻ RBI മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2025 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഗ്രോത്ത് ഫോർകാസ്റ്റ് 7%-7% മെയിൻറ്റെയിൻ ചെയ്യുന്നു. 2024 ഫിനാൻഷ്യൽ ഇയറിലെ ഇൻഫ്ലേഷൻ ഫോർകാസ്റ്റ് 5.4%-അടുത്തായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിന് ശേഷം ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ കറക്റ്റായ സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് പൊസിഷൻ എടുക്കാവുന്നതും, അതായത് ബൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ പൊസിഷൻ എടുക്കാവുന്നതും വളരെ സേഫ് ആയിട്ടുള്ളതുമായ ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് സെക്ടറിലെ ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തെ സ്റ്റോക്ക് കോട്ടക് മഹീന്ദ്ര ബാങ്ക്. കോട്ടക് മഹീന്ദ്ര ബാങ്ക് സപ്പോർട്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. ദീർഘകാലമായി സ്റ്റോക്ക് ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. 1700 രൂപയുടെ സപ്പോർട്ടും 2000 രൂപയുടെ റെസിസ്റ്റൻസുമാണുള്ളത്. സ്റ്റോക്ക് 1700, 1650 തുടങ്ങിയ സോണുകളിലേക്ക് എത്തുമ്പോൾ ബൈയിങ് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊസിഷണൽ ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ കോട്ടക് മഹീന്ദ്ര എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. രണ്ടാമത്തേത് ICICI ബാങ്ക്. ICICI ബാങ്ക് അപ്വേർഡ് ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. സ്റ്റോക്ക് ഏകദേശം ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്തായിട്ട് ട്രേഡ് ചെയ്യുന്നു. 950, 930 തുടങ്ങിയ റേഞ്ചുകളാണ് സ്റ്റോക്കിൻ്റെ ബൈയിങ് സോൺ. ക്വാർട്ടർലി റിസൾട്ടിലും മികച്ച പെർഫോമൻസ് ആണ് ICICI ബാങ്ക് കാഴ്ചവെച്ചത്. സപ്പോർട്ട് ലഭിക്കുന്ന ഫിനാൻസ് സെക്ടറിലെ മറ്റൊരു പ്രധാന സ്റ്റോക്കാണ് ബജാജ് ഫിനാൻസ്. ബജാജ് ഫിനാൻസ് 6575 എന്ന ലെവലിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. 6500 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ആൾറെഡി 7000 എന്ന സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ടെക്നിക്കലി സ്റ്റോക്ക് 6280, 6000 തുടങ്ങിയ ലെവലുകളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. 6000, 6250 തുടങ്ങിയ റേഞ്ചുകൾ സ്റ്റോക്കിൽ ഫ്രഷ് ബൈയിങ്ങിന് കൺസിഡർ ചെയ്യാവുന്ന റേഞ്ചുകളാണ്. അവസാന സ്റ്റോക്ക് മുത്തൂറ്റ് ഫിനാൻസ്. ഫിനാൻസ് സെക്ടറിൽ സപ്പോർട്ട് ലഭിക്കുന്ന മറ്റൊരു പ്രധാന സ്റ്റോക്കാണ് മുത്തൂറ്റ് ഫിനാൻസ്. 1350 എന്ന റേഞ്ചിനടുത്ത് സ്റ്റോക്ക് ലഭിക്കുന്നു. 1350 സ്റ്റോക്കിൻ്റെ സപ്പോർട്ടാണ്. 1350 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ മറ്റൊരു പ്രധാന സപ്പോർട്ട് 1225-നും 1200-നും ഇടയിലാണ്. ഈ രണ്ട് റേഞ്ചിലും മുത്തൂറ്റ് ഫിനാൻസ് എന്ന സ്റ്റോക്കിൽ നമുക്ക് പൊസിഷൻ എടുക്കാം. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 1500. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.